വെള്ളം. അമ്മേ, വെള്ളം, വെള്ളം, വെള്ളം. അമ്മേ, വെള്ളം, വെള്ളം. അയ്യോ, വെള്ളം. നിങ്ങൾ ആരാണ്? ഒരു കള്ളൻ. വീട്ടിലാരുമില്ലെന്ന് പറഞ്ഞ് മോട്ടിക്കാൻ വന്നാണ്. എല്ലാ മുറികളിലും കയറി ഇറങ്ങി, ഒന്നും കിട്ടിയില്ല. നിങ്ങൾ ഈ വീട്ടിലെ മരുമകൾ, ഇപ്പോൾ വിധവ. അതാ ആ ഷെൽഫിനകത്ത് ഒരു മോതിരമുണ്ട്. വിലപിടിപ്പുള്ള എന്റെ ഒരേ ഒരു സമ്പാദ്യം അതാണ്. എന്റെ വിവാഹമോതിരം 1 മാസം തികച്ചു അതണിയാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. പോകുന്നതിന് മുമ്പ് ഒരു ഉപകാരം കൂടെ ചെയ്തിട്ട് പോകണം. ദയവ് ചെയ്ത് എന്നെ കൊന്നിട്ട് പോകും. ഞാൻ പോയി ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവരാം. ആയുർവേദ വിധിപ്രകാരം ചികിത്സിച്ച് നിന്നെ ഞാനൊരു സർവാംഗ സുന്ദരിയാക്കും. മനസ്സിലായില്ല? സർവാംഗ സുന്ദരി. ചികിത്സിക്കാൻ എനിക്ക് അസുഖമൊന്നുമില്ല. മരണശ്വാസം വലിക്കാൻ തുടങ്ങിയ ആളിനെയാ ഞാൻ കല്യാണം കഴിച്ചെന്നും പറഞ്ഞോണ്ട് ആളുകളെല്ലാം എന്നെ കളിയാക്കാം. അസൂയക്കാരങ്ങനെ പലതും പറഞ്ഞു വരത്തും. ഞാനില്ലാത്തപ്പോ നീ പുറത്തേക്കൊന്നും ഇറങ്ങിയേക്കരുത് കേട്ടോ. ചുറ്റിലും ചെറുപ്പക്കാരാ. മനസ്സിലായില്ല? ശരീരം മുഴുവൻ കണ്ണുള്ള ചെറുപ്പക്കാര്. ഇത് കേട്ടാ തോന്നും എന്റെ മേല് മുഴുവനും സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണെന്ന്. കിഴവനെ കല്യാണം കഴിച്ചുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഭർത്താവിന് ഒന്നുകിൽ സ്വത്ത് വേണം, അല്ലെങ്കിൽ ആരോഗ്യം വേണം. ഭയങ്കര മഴയും തണുപ്പും. നീ ഒന്നിങ്ങോട്ട് അടുത്തിരി. ഒന്ന് പറഞ്ഞു, എന്നാ എനിക്ക് 10 പവന്റെ അവലുമാനം മേടിച്ചിരുന്നത്? സ്വർണം നീ ഇങ്ങനെ കിടന്ന് ചായാതെ ഞാൻ ഏറ്റടി. എന്തോന്നേറ്റു? കല്യാണം കഴിച്ച ദിവസം പോലും നിങ്ങൾ പറ്റിയല്ലേ എന്റെ ഒരു തലയിലെഴുത്ത്. ശല്യങ്ങള്, പേമാരി വന്നാലും സ്വൈരം തരാത്ത ശവകള്. വൈദ്യം കേശവൻ നായർ. ഞാൻ തന്നെ കേശവൻ നായർ. എന്ത് വേണം? ഒരു സ്ത്രീ മരിക്കാറായി കിടക്കുന്നു. മരിക്കട്ടെ. വൈദ്യുതി നോക്കണം. അടുത്ത വേറെ ഡോക്ടറെ കാണാനില്ല. ഈ പെരുമഴയത്ത് എന്റെ ഭാര്യയായി പെൺകുട്ടിയും ഒറ്റക്കിട്ടിട്ട് ഞാൻ പുറത്തങ്ങ് വരൂല. അതിന്റെ പാട്ടിന് പോവാം. ഞാനൊരു കളിത ഭാഷ പറഞ്ഞതല്ലേ. നിങ്ങളെ പേരാക്കെട്ട് മടക്കി പാകറ്റിടണം. അയ്യോ, നിങ്ങൾ ഇയാളുടെ കൂടെ പോകണ്ട. ഒന്ന് വഴിയിലെങ്ങാനും എറിഞ്ഞാലോ? ഞാനൊരു വൈദ്യനല്ലേ. ജീവൻ രക്ഷിക്കേണ്ടത് എന്റെ ധർമ്മമല്ലേ. വരണം. എന്റെ സഞ്ചി എടുക്ക. ഫോട്ടോ എടുക്ക.
എന്തൊരക്രമം! ഈ സ്ത്രീ മരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. മനസ്സിലായില്ല, മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ടൈഫോയിഡാണ് രോഗം. മനസ്സിലായില്ല, ടൈഫോയിഡ്. ഈ ഗുളിക 2 നേരം കൊടുക്കണം. ഈ കുപ്പിയിലുള്ള മരുന്നിൽ ഒരച്ചു വേണം കൊടുക്കാൻ. മനസ്സിലായില്ല, ഒരച്ചു കൊടുക്കണം. ഈ സ്ത്രീക്ക് മരുന്നിനേക്കാൾ ആവശ്യം രക്ഷയാണ്. മനസ്സിലായില്ല, ശുശ്രൂഷ. നിങ്ങൾ ഈ സ്ത്രീയുടെ അടുത്ത് തന്നെ ഇരിക്കണം. ഞാൻ നാളെ രാവിലെ ഇങ്ങോട്ട് വരാം. ഇതാ. വേണ്ട വേണ്ട, ഇത് വാങ്ങണം. എന്റെ രൂപയുണ്ട്. നിങ്ങളുടെ രൂപയുണ്ട്, കത്തിയുണ്ട്. ഇത് രണ്ടും എനിക്ക് വേണ്ട. ഞാൻ പൊക്കോളാം. നിങ്ങൾ എവരെ ശ്രദ്ധിക്കൂ. മനസ്സിലായില്ല, എവരെ. ദാഹിക്കുന്നു. എന്റെ 2ാമത്തെ വയസ്സിലാണ് അച്ഛന്റെ മരണം. അച്ഛനെ കണ്ട ഓർമ്മ പോലും എനിക്കില്ല. അമ്മ 2ാമതും വിവാഹം കഴിച്ചു. പക്ഷേ ചെറിയച്ഛന് എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് അദ്ദേഹത്തെയും. അമ്മയുടെ പേരിലുണ്ടായിരുന്ന എല്ലാം വിറ്റാണ് എനിക്കുള്ള സ്ത്രീധനം കൊടുത്തത്. വിവാഹം കഴിഞ്ഞ് 20ാം നാൾ ഒരു കാരപകടത്തിൽ എന്റെ അമ്മയും ഭർത്താവും ഒരുമിച്ച്. മരണം എന്നെ മാത്രം കൈവിട്ടു. ആശ്രയമില്ലാതായ എന്നെ എന്റെ ചെറിയച്ഛൻ തിരിഞ്ഞു നോക്കിയില്ല. പോകാനൊരിടവുമില്ല, ജീവിക്കാനൊരു വഴിയുമില്ല. അങ്ങനെ ഈ ജയിലിൽ കഴിയുന്നു, ഒരു പുഴുവിനെ പോലെ. ഈ വലിയ വീട്ടിൽ എന്നെ തനിച്ചാക്കി വാതിൽ പുറത്തുനിന്ന് പൂട്ടിയാണ് അമ്മാവനും അമ്മായിയും അനുജനും മദ്രാസിൽ പോയത്. അന്ന് രാത്രി തന്നെ എനിക്ക് പനി തുടങ്ങി. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ. ലക്ഷ്മി വളരെ നേരമായി സംസാരിക്കുന്നു. ഇനി ഉറങ്ങാൻ നോക്കാം.
ലക്ഷ്മിയുടെ അസുഖം നിശേഷം മാറി. ഇനി എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാമെന്ന് വൈദ്യം പറഞ്ഞു. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ തീർന്നു. വേണു, ഏതോ വലിയ ബിസിനസിന് പോവാണെന്നല്ലേ ബോസ് പറഞ്ഞത്? എന്നിട്ടിവിടെ വന്ന കാര്യം നടന്നില്ല. പെട്ടെന്ന് എന്റെ ഒരു കൂട്ടുകാരൻ അസുഖമായി. ഡോക്ടറെ വിളിക്കാൻ പോകുകയായിരുന്നു. ഇന്ന് ഇവിടെ എന്റെ ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. വേണു വന്നേ മതിയാവൂ. ലില്ലി പ്ലീസ്. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. കൂട്ടുകാരനെ അയാളുടെ ബന്ധുക്കൾ മരുന്ന് വാങ്ങിച്ചു കൊടുത്തോളൂ. ഒറ്റയ്ക്കിരുന്ന് ഞാൻ മടുത്തു. വരൂ വേണു, നമുക്ക് പോവാം. കാറിൽ കയറും. വരൂ വേണു. എന്റെ ഭഗവാനെ, കള്ളം കേറിയെന്നാ തോന്നുന്നത്. കള്ളനും ചേട്ടത്തിയമ്മ ഉള്ളപ്പോഴോ? ആ, ചേട്ടത്തിയമ്മ അവളും കൂടെ കൂട്ടുനിന്ന് കാണും. മൂദേവി, നിങ്ങൾ എന്തിനാ കിടന്ന് വെപ്രാളം പിടിക്കുന്നത്? കള്ളം കേറിയിട്ടുണ്ടെങ്കിൽ അവൻ ഗോപിയും വരച്ച് പോയി കാണും. അവൻ വെറും കള്ളനാ. ഞാനേ ഈ പണിക്കരേ ബുദ്ധിയുടെ കാര്യത്തിൽ അവന്റെ തന്തയാ. ഇത് കണ്ടോ? നമ്മുടെ സേഫിലുണ്ടായിരുന്ന സർവ്വ പണവും ആഭരണങ്ങളും ഈ പെട്ടിക്കകത്തുണ്ട്. നിങ്ങളൊന്ന് വെറുതെ ഇരിവേണ്ടും പിള്ളേ. ഇങ്ങേരുടെ ഒരു ബുദ്ധി. ഓഹോ, കള്ളം കയറിയതല്ല, കാമുകനെ വിളിച്ച് താമസിപ്പിച്ചതാണ്. അമ്മേ, മുറി മുഴുവൻ സിററ്റ് കുറ്റിയാണ്. ചേട്ടത്തിയമ്മ മാത്രമല്ലായിരുന്നു താമസം. എടി, നീ ഈ വീട്ടിൽ വ്യഭിചാരം തുടങ്ങിയല്ലേ? നീ ഇനി ജീവനോട് ഇരിക്കാൻ പാടില്ല. ഞാനൊരു തെറ്റും ചെയ്തില്ല അമ്മായി. നീ അല്ലെങ്കിൽ ഞാനിവിടെ അത്രയ്ക്കാണ്. നിങ്ങൾ ഇതും കൊണ്ട് ഇങ്ങനെ നടക്കാതെ അലമാരക്കകത്ത് കാണും വെച്ച് പൂട്ട്. അത് അബദ്ധവാടി. അവൻ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടക്കണ്ടാവും. ആ കുരുവുരുത്തങ്ങട്ടവൾ അർദ്ധരാത്രിക്ക് എങ്ങനെ അവൻ കഥ തുറന്നു നടത്താലോ? അത് ശരിയാ. ആ, അതാ പറഞ്ഞത്. നമുക്കേ ഈ പണവും ആഭരണങ്ങളും കുറച്ച് ദിവസത്തേക്കെങ്കിലും ഈ പൊരയിടത്തിൽ എവിടെയെങ്കിലും കുഴിച്ചിടാം. പതുക്കെ പറ. കള്ളൻ. ഞാൻ ഉറങ്ങിന്ന് വിചാരിച്ചു അല്ലേ? രാത്രി മുഴുവൻ നൃത്തം ചെയ്ത് തളർന്നതല്ലേ? ലില്ലി ഉറങ്ങിക്കൊള്ളൂ. വേണു എവിടെ പോണു? എന്റെ ഒരു സ്നേഹിതന്റെ കാര്യം പറഞ്ഞില്ലേ? നാളെ രാത്രി ജോൺസന്റെ വീട്ടിൽ വെച്ച് കാണാം. ഗുഡ് നൈറ്റ്. അമ്മേ,
ഞാൻ തടവി തരാം. എന്നെ തൊട്ടുപോരുത്. ബാലൻ പുറത്തു പോകും. അത്ര വലിയ പതിവ്രതയൊന്നും ആകാതെ. വീട്ടിലുള്ളവർ തൊട്ടാൽ ദേഹം അശുദ്ധമാവും. പുറത്തുനിന്ന് വരുന്നവരെ മാത്രമേ സൽക്കരിക്കൂ. അനാവശ്യം പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇതുവരെ ആവശ്യം പറഞ്ഞ് ഞാൻ മണ്ടനായി. ഇനി അനാവശ്യം കാണിച്ച് മിടുക്കനാകാൻ നോക്കും. ഇറങ്ങി പോകാനാ പറഞ്ഞത്. എന്നെ ചീത്തയാക്കാൻ വന്ന് പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല. പേടിപ്പിക്കാതെ, ഞാൻ പറയുന്നതനുസരിച്ച്. പൊന്നുമോൻ ചത്തിട്ടില്ല. കുറച്ച് ജീവൻ ഇനിയും ബാക്കിയുണ്ട്. എടി മഹാഭാവി, നിന്റെ രഹസ്യക്കാരനെ കൊണ്ട് എന്റെ മോനെ കൊല്ലിക്കാൻ നോക്കുമായിരുന്നല്ലേ? ഇറങ്ങടി ഇവിടുന്ന്. അവന്റെ പുറകെ നീയും പോയിക്കോ. ഈ വീട്ടിൽ നിനക്കൊരു സ്ഥാനമില്ല. അമ്മായി, എന്തോന്ന് കമ്മായി പറഞ്ഞു കേട്ടില്ല നിന്നോട്? ഇറങ്ങി പോടിയാണ്. ഇറങ്ങടി ഇവിടുന്ന്. എടി ഇറങ്ങാൻ. എന്തിനു പോന്നവളെ? ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്? നീ ഇവിടെ നിന്നാലേ എന്റെ വീട് മുടിയും. വാടി ഇവിടെ. എവിടെങ്കിലും പോയി ചാവും.